വലിയ ഒരു മരച്ചുവട്ടിൽ അതിലെ മാളത്തിൽ ഒരു പാമ്പ്. ഈ പാമ്പിനെ കൊണ്ട് വലിയൊരു ശല്യമായി ആ മരത്തിൽ ചെറിയ കൂട് കൂട്ടി ജീവിക്കുന്ന കാക്കകൾക്ക്. കാക്ക മുട്ട ഒന്നുകിൽ ഈ പാമ്പ് മെല്ലെ എഴഞ്ഞ് മുകളിലേക്ക് കയറി അവനടിച്ച് തിന്നു, ഇല്ലെങ്കിൽ ഈ വിരിഞ്ഞാലോ അന്നേരം ഈ കുഞ്ഞുങ്ങളെയും പിടിച്ച് ഇവൻ തിന്നു. അങ്ങനെ ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമായി ഈ കാക്കകൾക്ക്. അപ്പൊ ഈ ശിഖരത്തിൽ ധാരാളം കാക്കകൾ കൂട്ടമായിട്ട് ഓരോരുത്തർ അവരവരുടെ കൂടുകൾ കെട്ടി സുഖമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഇവൻ വലിയ ശല്യം, വില്ലൻ, ഈ പാമ്പ്. അപ്പൊ ഈ കാക്കകളെ സംബന്ധിച്ചോളം തൊട്ടടുത്ത് നല്ലൊരു പുഴയുണ്ട്, അത്യാവശ്യം വെള്ളം കിട്ടും, പിന്നെ മനുഷ്യരെ കൊണ്ടുള്ള വേറെ ശല്യമില്ല. അപ്പൊ അങ്ങനെ ഈ കാക്കകൾക്ക് അവിടം വിട്ട് പോകാൻ പറ്റുന്നില്ല. ആകെ ശല്യം എന്ന് വെച്ചാൽ ഈ പാമ്പാണ്. ഈ പാമ്പിനൊന്ന് ഒതുക്കണമല്ലോ. അങ്ങനെ ഈ കാക്കകളെല്ലാം കൂടി ഒരു നാൾ സന്ധ്യയ്ക്ക് അവർ മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു മീറ്റിംഗ് നടത്തി. അപ്പൊ ഈ ചിലർ പറഞ്ഞു പാറ കുറെ വാരി ഈ വാളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പാമ്പിന് അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, അവന് വേറെ എവിടെയെങ്കിലും എഴിഞ്ഞങ്ങ് പോകും. അന്നേരം ഇവർക്ക് ചെയ്യാൻ പറ്റില്ലേ, കാക്കകൾക്ക് ഈ പാറ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ കുറുക്കൻ ഹെഡ് ലോഡ് വർക്കേഴ്സിനെ വിളിച്ചാൽ വലിയ ബുദ്ധിമുട്ടാവും, ഈ പാമ്പിനെ കൂട്ടാവും, പിന്നെ കുറുക്കനെ കൊണ്ട് ശല്യമാവും. അപ്പൊ എന്താണ് പോംവഴി? അങ്ങനെ ഈ കാക്കകളിൽ ഒരു കുഞ്ഞൻ കാക്ക പറഞ്ഞു, എനിക്കൊരു ബുദ്ധിയുണ്ട്, ഇവനെ ഇവിടുന്ന് തുരത്തി നമ്മൾ ഓടിച്ചിരിക്കും. എങ്ങനെ? കാക്കകൾ ഒരുപാട് കാക്കകൾ ഒത്തൊരുമിച്ച് ഈ മാളത്തിൽ കാഷ്ടിക്കുക കാഷ്ടിക്കുക കാഷ്ടിക്കുക. അങ്ങനെ കാഷ്ടിച്ച് ഈ മാളത്തിൻ്റെ അകത്ത് പിന്നെ ഈ പാമ്പിന് ജീവിക്കാൻ പറ്റത്തില്ല. അതിലെ പറന്നു പോകുന്ന കാക്കകളെല്ലാം കറക്റ്റായിട്ട് ഈ മാളത്തിലേക്ക് കാഷ്ടിച്ചിടുക. കാക്കയുടെ ബുദ്ധി വിജയിച്ചു. പാമ്പിന് പിന്നെ ആ മാളത്തിൽ ജീവിക്കാൻ പറ്റാതെ ആയി. കാക്കയുടെ കാഷ്ടത്തിൻ്റെ ചൂടും ആ ഒരു കെമിക്കൽ റിയാക്ഷനും നാറ്റവും എല്ലാം കൊണ്ട് പാമ്പ് അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി. അങ്ങനെ കാക്കയുടെ ബുദ്ധിക്ക് വിലയുണ്ടായി. എന്നതുപോലെ നാം മനുഷ്യരും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലരാലും പലതിനാലും ഒക്കെ സംഭവിക്കുന്നതിന് നമ്മൾ പല ഐഡിയാസ് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുമായിട്ട് നമുക്ക് ആലോചിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വഴികൾ തേടാം. അല്ലാതെ നിങ്ങൾ തന്നെ എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്താം എന്ന് കരുതരുത്. അഡ്വൈസ് നമ്മൾ തേടുക തന്നെ വേണം, ആവശ്യമുള്ള മുറയ്ക്ക്. എന്തായാലും ഞാൻ കൊല്ലം ഐത്തലിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തിലേലും സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, അഡോളസെൻ്റ് കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഉണ്ടല്ലോ. 9605743596 ആണ് എൻ്റെ നമ്പർ. അങ്ങനെ വരിക, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം നമ്മുടെ കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയിലൂടെ നേടുക. ഔഷധരഹിതമാണ്, മരുന്നില്ല. പ്രയോജനപ്പെടുത്തൂ. വെൽക്കം.